പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ കാലം ഇത് കേടുകൂടാതെ ഇരിക്കും. അച്ചാറിടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ വേണം എടുക്കാൻ. പറിച്ചെടുത്ത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അച്ചാറിടുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നന്നായി കഴുകി ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലാക്കിയിട്ട് എടുത്തു വെക്കണം. മാങ്ങ സാധാരണ അച്ചാറിന് അരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളിലേക്ക് 4 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇത് ഇളക്കി യോജിപ്പിച്ചത്. അതിനുശേഷം ഇത് ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിത് രാത്രിയിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. ആ സമയമാകുമ്പോഴേക്ക് മാങ്ങയിലെ വെള്ളമൊക്കെ ഇതുപോലെ ഊറി വരും. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ചുവടുകട്ടിയുള്ളൊരു പാത്രം എടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എള്ളെണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ മൂത്ത് വരുമ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് കൃത്യമായിട്ട് അളവില്ല. ഞാനിവിടെ ഒരു 5-6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചെറുതായിട്ടൊന്ന് വാടി വരണം. ഇതിലേക്ക് വെള്ളമയം ഒന്ന് മാറിക്കിട്ടണം. വെള്ളമയം മാറി വരുമ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഈ മാങ്ങാ കഷ്ണങ്ങളിൽ നിന്ന് ഊറി വന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ അച്ചാർ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ കാലം അച്ചാർ കേടുകൂടാതെ ഇരിക്കും. മാങ്ങയിലെ വെള്ളം തിളച്ച് വന്നതിന് ശേഷം മാത്രമേ മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മാങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉലുവ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ സമയത്ത് വറുത്ത് പൊടിച്ച 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. മാങ്ങയിലെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ തീ ഓഫ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ മാങ്ങ അച്ചാർ പെട്ടെന്ന് കേടാകും. അത് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിച്ചു വെക്കാൻ. ഒരു 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം തണുത്ത് കഴിഞ്ഞ് എയർ ടൈറ്റ് കണ്ടെയ്നറുകളിലാക്കി ഒരു കോട്ടൺ തുണിയിൽ എണ്ണ നന്നായിട്ട് നനച്ച് അച്ചാറിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അച്ചാർ പുറത്ത് വെച്ചാൽ തന്നെ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും